എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 21 ശ്ലോകം 8, 9, 10, 11 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഗോപസ്ത്രീകളുടെ ഓരോ ഗോപസ്ത്രീകളായിട്ട് ഭഗവാന്റെ ആ വേണുഗാനം ഭാവനയിൽ കണ്ടിട്ട് അങ്ങനെ വർണ്ണിക്കണം. പരസ്പരം അവര് പറയണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. ചൂതപ്രവാളബർഹസ്തപഗോൽപലാബ്ജ മാലാനുപൃക്ത പരിധാന വിചിത്രവേഷൗ മധ്യേ വിരേചതുരലം പശുപാലഗോഷ്ഠ്യാം രംഗേ യഥാ നടവരൗ ക്വച ഗായമാനൗ. ഓരോ ശ്ലോകവും ഓരോ ഗോപസ്ത്രീ പറയണത് കൊണ്ട് അത് ആദ്യം പറയണ ഏതാ രണ്ടാമത് പറയണ അങ്ങനെ ബന്ധമൊന്നുമില്ല. അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഓരോരോ ഗോപസ്ത്രീകള് ഭഗവാനെ വർണ്ണിക്കണം, ഭഗവാന്റെ വേഷവിധാനത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കണം. അവരുടെ ഭാവനയിൽ കാണുന്നത് പോലെ അതിങ്ങനെ വർണ്ണിക്കണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഗോപസ്ത്രീ കാണുന്നത് എന്താ? മാവിൻ തളിരുകളാ കാതുകളില്. ശരിക്കും ബർഹാവിയിടം നടവര അങ്ങനെയാണ് പറയണത്. കർണയോ കർണികാരം എന്നാണ് പറയണത് മറ്റേ ശ്ലോകത്തില്. പക്ഷേ ഈ ഗോപസ്ത്രീ എങ്ങനെയാ കാണുന്നത്? മാവിൻ തളിരാണ് ഇത്ര കാതിലിട്ടിരിക്കണത്. പിന്നെ പീലി ചൂടിയിട്ടുണ്ട് ശിരസില്, നല്ല പീലി, മയിൽപീലി. നീല നിറത്തിലുള്ള മാലകളാ, നീലോൽപ്പല മാലകള് കഴുത്തിലിട്ടിട്ടുണ്ട്. നീല താമര കണ്ണന്റെ കയ്യിൽ വെച്ചിരിക്കണത്. അപ്പൊ എന്താ ആകപ്പാടെ ഒരു നീല നിറ സഖി കണ്ണന് എന്ന് പറയണു. അരക്കെട്ട് വരെ ഒരു നീല കാന്തി. എന്താ ഭംഗി! അരയില് പീതാംബരം ആണ് കൃഷ്ണൻ ധരിച്ചിരിക്കുന്നത്. നീലപ്പെട്ട ബലരാമൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ള രാമനും നീല നിറമുള്ള കൃഷ്ണനും ആയതുകൊണ്ടേ അവരുടെ രണ്ടുപേരുടെയും വേഷക്കോപ്പുകളൊക്കെ വ്യത്യാസമല്ലേ. അപ്പൊ അതുപോലെ ദേഹകാന്തി, ഇത് രണ്ടും കൂടി ചേർന്നിട്ടേ ഒരു വിചിത്ര നിറമാണ് സഖി. രണ്ടുപേരും കൂടി ആ നിറം കാണുമ്പോ, രണ്ടുപേരെയും കാണുമ്പോ ഒരു വിചിത്ര നിറമാണെന്ന്. ഇങ്ങനെയുള്ള രാമകൃഷ്ണന്മാര് ആ ഗോപന്മാരുടെ നടുവിലിരുന്ന് ഇങ്ങനെ പാട്ട് പാടുക. അപ്പോളേ ഇത് കാണുമ്പോണ്ടല്ലോ സഖി, വേഷക്കാരുടെ നടുവില് ഒരു ഭാഗവതര് ഇരുന്നിങ്ങനെ പാടുകയല്ലേ. എങ്ങനെയാ കളിക്കാരുടെ നാഥൻ ഇരുന്നിട്ട് പാടണത് എങ്ങനെയാ, അതുപോലെ അതിമനോഹരമായിട്ട് ശോഭിക്കണു. ഇതേപോലെ വേഷവും പാട്ടും ഒക്കെയുള്ള ഇത്രയും മുഖകാന്തിയുള്ള ഈ രാമകൃഷ്ണന്മാരെ കാണുന്നത് തന്നെയാണ് നേത്രങ്ങൾക്ക് സാഫല്യം എന്ന് പറയണു ആ ഗോപി. ഇതിനേക്കാളും ഇനി മീത വേറെ ഒന്നുമില്ല. കണ്ണുകൾക്ക് ആനന്ദം, കണ്ണിണയ്ക്ക് ആനന്ദം എന്ന് പറയില്ല, അത് തന്നെ. ഗോപ്യക്കിമാചരദയം കുശലം സ്മവേണു ദാമോദരാധരസുധാമവി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വജോശ്രുമുമുചു തരവോ യഥാര്യാഹ. വേണു ചില ഗോപസ്ത്രീകൾ പറയാ, ആ കണ്ണന്റെ ആ ചുണ്ടില് ആ വേണു ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, എപ്പോഴും ആ വേണു ഇങ്ങനെ താഴത്ത് വെക്കില്ല. അല്ലയോ സഖികളെ, ഈ വേണു ചെയ്ത പുണ്യം ആശ്ചര്യം തന്നെ. ഈ ഓടക്കൊള്ളിനെ പോലെ പുണ്യം ആരാ ചെയ്തിരിക്കണേ? ഗോപികളായിട്ടുള്ള നമ്മൾക്ക് കൂടി എത്രയോ ദുർലഭമായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ആ അധരാമൃതം ഏത് സമയത്തും എല്ലാവരും കാണെ ആ വേണു ആസ്വദിക്കണില്ലേ? നമുക്കത് പറ്റണല്ലോ? ആ ഭഗവാന്റെ അധരാമൃതം, ഈ വേണുവിന്റെ ഈ മാതിരിയുള്ള ആ ഉത്കൃഷ്ട പദവി കാണുമ്പോ എനിക്കിങ്ങനെ അസൂയാവുക ആ ഓടക്കൊള്ളിനോട്. ഇങ്ങനെ ആ വേണുവിന്റെ ആ ഉത്കൃഷ്ട പദവി കണ്ടിട്ടും വേണുഗാനം കേട്ടിട്ടും സന്തോഷിക്കുന്ന ആ പൊയ്കകളും മരങ്ങളും കൂടി ആനന്ദാശ്രു ഒഴിക്കണുണ്ടോ എന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്ന് പറയണം. പൊയ്കകൾക്കുള്ള സന്തോഷ ഹേതു അത് അവർക്ക് എന്താ സന്തോഷം വെച്ചാല് നമ്മുടെ ജലം കൊണ്ട് അല്ലേ
ഈ വേണുവിന് ഇത്ര ഭാഗ്യം സിദ്ധിച്ചു. ആ പൊയ്കയുടെ തീരത്ത് നിൽക്കണ മുള, ആ മുളയെ കൊണ്ടല്ല ആണല്ലോ വേണു ഉണ്ടാക്കിയിരിക്കണത്. അതുകൊണ്ടാണ് ഇത്ര അവരിങ്ങനെ ഏറ്റവും സന്തോഷിക്കണം. ഞങ്ങളുടെ തീരത്ത് നിൽക്കണ ആ മുള, അത് മുറിച്ചിട്ടല്ലേ ഈ വേണു ഉണ്ടാക്കിയിരിക്കണ. ആഹാ, ആ വേണുവിന്റെ ഒരു ഭാഗ്യം കണ്ടില്ലേ. അപ്പൊ നമുക്കും അതിന്റെ ഒരു കൂടുതലുണ്ട്, അതിന്റെ സംതൃപ്തി ഉണ്ടെന്ന് ഇന്ന് പൊയ്കകള് വിചാരിക്കണമെന്ന്. പിന്നെ വികസിച്ചു നിൽക്കുന്ന താമരകൾ എന്ന വ്യാജേന രോമാഞ്ചങ്ങൾ ധരിച്ചിരിക്കണമെന്ന് തോന്നും. അപ്പൊ അവരുടെ ആ പൊയ്കയിൽ നിറച്ചിങ്ങനെ താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് അവരുടെ രോമാഞ്ചാണ് ആ താമരപ്പൂവ് എന്നാ എനിക്ക് തോന്നണത്. വൃക്ഷങ്ങളോ, അവർക്ക് എന്തൊരു സന്തോഷം. നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഈ വേണുവിന്, നമ്മുടെ മരം കൊണ്ടല്ലേ ഇതുണ്ടാക്കിയിരിക്കും, മുള കൊണ്ടല്ലേ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലല്ലേ ഈ വേണു. അതുകൊണ്ട് ഈ ശ്രീകൃഷ്ണാധര സംസർഗം എപ്പോഴും ഈ വേണുവിന് സിദ്ധിക്കണ്ടല്ലോ. അപ്പൊ നമ്മളും കൂടി ധന്യരായി എന്ന് വൃക്ഷങ്ങൾ വിചാരിക്കണമെന്ന് അങ്ങനെ തോന്നണം എനിക്ക്. തന്റെ കുലത്തിൽ ഒരുവൻ അങ്ങനെ ഭഗവാന്റെ ഭക്തനായാൽ എല്ലാവരും കൂടുതൽ സന്തോഷിക്കില്ലേ? അത് സാധാരണയല്ലേ. അതുകൊണ്ട് ജലം കൊടുത്ത് നനച്ചു വളർത്തിയ പൊയ്കകള് അമ്മയെപ്പോലെയും ആ വൃക്ഷങ്ങള് ദയാതന്മാരെ പോലെയും വേണുവിനെ കണ്ട് സന്തോഷിച്ചു എന്ന്. ഏതെങ്കിലും വിധത്തിൽ ശ്രീകൃഷ്ണന്റെ സംബന്ധം ആർക്കും സിദ്ധിച്ചാലും അവരെല്ലാം ധന്യന്മാര് തന്നെയാണ്. ആ കാര്യത്തില് ആർക്കും എതിരഭിപ്രായമില്ല. വേറൊരു ഗോപി പറയണു: വൃന്ദാവനം സഖിഭുവോ വിതനോതി കീർത്തിം യദ്ദേവകീസുതപദാംബുജലബ്ധലക്ഷ്മി ഗോവിന്ദവേണുമനുമത്തമയൂരനൃത്യം പ്രേക്ഷ്യാദ്രിസാന്വപരതാന്യ സമസ്ത സത്വം. ചില ഗോപസ്ത്രീകൾ പറയാണ്: ഹേ സഖി, ഈ വൃന്ദാവനം ഇപ്പൊ സ്വർഗത്തെക്കാളും വിശേഷമുള്ളതായിരിക്കണം. സ്വർഗത്തെക്കാൾ സുന്ദരമാണി സ്വപ്നം വിളയും ലോകം എന്ന് പറയുന്നില്ലേ നമ്മുടെ ഗാനം അല്ലെ. അപ്പൊ എന്താ, ഇപ്പൊ ഭൂലോകത്തിന് ഇത് വളരെ കീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂലോകാണ് ഇപ്പോ സ്വർഗത്തിനേക്കാളും കീർത്തിയുള്ളത്. അതായത് വൃന്ദാവനം ഭൂമിയിലുള്ളത് കൊണ്ട് ഭൂലോകത്തിന് തന്നെ ആ സ്വർഗത്തിനേക്കാളും വിശേഷമായിട്ടുള്ള മഹിമ ഉണ്ടായിരിക്കണമെന്ന്. അതാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ടെന്നാൽ ദേവകീപുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ താമരപ്പൂ പോലെ മൃദുവായ പാദങ്ങൾ കൊണ്ട് ഈ വനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഈ വനത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നോക്കുന്ന ദിക്കിലെല്ലാം ഭഗവാന്റെ കാലടികള് പതിഞ്ഞു കാണുന്നു. ശംഖചക്രാദി രേഖാങ്കിതങ്ങളായ ഈ കാലടികള് ഈ വനത്തിന് അധിക ശോഭ ജനിപ്പിക്കണം. ഭഗവാൻ വേണുഗാനം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഈ ഗാനം കേൾക്കുന്ന മയിലുകള് ഇടിശബ്ദമെന്ന് വിചാരിച്ച് ബഹു സന്തോഷത്തോടെ പീലി വിടർത്തി നർത്തനം ചെയ്യുന്നു. പർവ്വതത്തിന്റെ മുകളിൽ സഞ്ചരിക്കുന്ന സകല മൃഗങ്ങളും ഈ നർത്തനം കണ്ട സന്തോഷത്താൽ യാതൊന്നും ചെയ്യാതെ അസ്വസ്ഥങ്ങളായി നിൽക്കണം. അവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ ചലിക്കാതെ അത് നോക്കി നിൽക്കുക. പ്രകൃത്യാ ചഞ്ചല സ്വഭാവങ്ങളായ മൃഗങ്ങൾ കൂടി ആത്മാനന്ദം അനുഭവിക്കുന്നതായിട്ട് ഭവിച്ചത് എന്തുകൊണ്ടാ? ഈ ഭഗവാന്റെ സഞ്ചാര മാഹാത്മ്യ നിമിത്തവും ആ വേണുഗാന രസ ആസ്വാദം നിമിത്തവും അല്ലേ ചോദിക്കുകയാണ്. അവരും കൂടി എന്താന്നറിയില്ല, അവർക്ക് ആ വേണുഗാനത്തിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കണം. ഇത്ര ഭാഗ്യം ഈ ഭൂലോകത്തില് ഈ വൃന്ദാവനത്തിലല്ലാതെ മറ്റൊരു പ്രദേശത്തിനും സിദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് വൃന്ദാവനം സ്വർഗത്തെക്കാൾ അധികം പ്രശംസിക്കത്തക്കതായിട്ട് ഭവിച്ചിരിക്കണു എന്ന് പറയണ ഒരു ഗോപി. അപ്പൊ വേറൊരു ഗോപസ്ത്രീ പറയാണ്: ധന്യാസ്മ മൂഢമതയോപി ഹരിണ്യേതാ യാ നന്ദനന്ദനമുപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹ കൃഷ്ണസാരൈ പൂജാം ദധുർവിരചിതാം പ്രണയാവലോകൈ. ചില ഗോപസ്ത്രീകള് ശ്രീകൃഷ്ണനെ സ്നേഹപൂർവ്വം നോക്കുന്ന ആ മാൻപേടകളുടെ ഭാഗ്യവിശേഷത്തെ കുറിച്ച് അസൂയപ്പെട്ടുകൊണ്ട് സഖികളോട് പറയാ: അല്ലയോ സഖികളെ, ഈ വൃന്ദാവനത്തിൽ സഞ്ചരിക്കുന്ന മാൻപേടകള് അവരൊക്കെ വിശേഷ ബുദ്ധി ഇല്ലാത്തതാണ്.
എങ്കിലും കൂടി ഏറ്റവും സുകൃതം ചെയ്തവരാ. എന്തുകൊണ്ട്? നന്ദപുത്രനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്യുന്ന വേണുഗാനം ഇവ സന്തോഷത്തോടെ എപ്പോഴും കേൾക്കണു. അവയ്ക്കത് കേൾക്കാൻ ഭാഗ്യമുണ്ട്. രണ്ട് മാനുകളും കൂടിയിട്ട്, ഭാര്യ ഭർത്താക്കളും കൂടി യോജിച്ച് നിന്ന് കേൾക്കണമെന്ന് വേണുഗാനം. അവരിങ്ങനെ അനങ്ങാണ്ട ചെവി വട്ടം പിടിച്ച് കേട്ടോണ്ട് നിൽക്കുക. തങ്ങൾക്ക് അത്യാനന്ദകരമായ ഗാനം ആരിൽ നിന്ന് ലഭിക്കുന്നുവോ ആ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള അതിസ്നേഹത്തെ പ്രകാശിപ്പിക്കുന്നവയോ എന്ന് തോന്നുന്ന മാതിരിയാണ് അവര് കൃഷ്ണനെ തന്നെ കണ്ണടയ്ക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണു. അവർക്ക് തിര്യക്ക് ജന്തുക്കളാണെങ്കിൽ ഇങ്ങനെ ഭഗവത് ഗാന ശ്രവണത്തിനും ഭഗവത് ദർശനത്തിനും ഭാഗ്യം സിദ്ധിച്ച ഈ മാൻപേടകള് അതിസുകൃതികളല്ലേ. അവരെന്താ അങ്ങനെ പറഞ്ഞേ? പതികളായ കൃഷ്ണസാരങ്ങളും ഇവയോട് ചേർന്നിരിക്കണം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഭർത്താക്കന്മാര് ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്ന നമ്മളോട് ഇത്ര അനുകൂലികളായിട്ട് ഇരിക്കണില്ലല്ലോ. അതുകൊണ്ട് ഇവയ്ക്കുള്ള ഭാഗ്യം നമുക്കും കൂടി ഇല്ല എന്നാണ് അവര് പറയുന്നതിന്റെ സൂചന. കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ശ്രുത്വാ ച തൽക്വണിത വേണുവിചിത്രഗീതം ദേവ്യോ വിമാനഗതയ സ്മരനുന്നസാരാ പ്രശ്യൽ പ്രസൂനകവരാ മുമുഹുവിനീവ്യ. വേറെ ഗോപസ്ത്രീകൾ പറയണു, അല്ലയോ സഖികളെ, അത്യാശ്ചര്യം കേട്ടോളൂ കേട്ടോ. സ്ത്രീകൾക്ക് അത്യാനന്ദപ്രദമായ ആ സൗന്ദര്യവും ശീലഗുണവും ഉള്ള ശ്രീകൃഷ്ണനെ കാണുകയും ശ്രീകൃഷ്ണന്റെ മനോഹരമായ വേണുഗാനം കേൾക്കുകയും ചെയ്ത് ആ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ദേവസ്ത്രീകൾ ഉണ്ടല്ലോ, ഭർത്താക്കന്മാരോട് കൂടിയിട്ടാണ് അവര് സഞ്ചരിക്കണത് എങ്കിലും ഗീത മാധുര്യം കൊണ്ട് മദനാവിഷ്ടകളായി ധൈര്യം തീരെ ഉപേക്ഷിച്ച് തങ്ങളെ തന്നെ മറന്നവരായിട്ട് ഭവിച്ചു. ഭർത്താക്കന്മാരുടെ കൂടെയാണ് അവര് ആ വിമാനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കണത്. പക്ഷേ ഭർത്താവ് കൂടെ ഉണ്ടുള്ളതും ഒക്കെ അവര് മറന്നു. ഭഗവാന്റെ ആ വേണുഗാനം കേട്ടില്ലേ, അവര് മദനാതുരകളായിട്ട് എല്ലാം മറന്ന് അങ്ങനെ. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞു വെച്ചാലേ, വേണുഗാന ശ്രവണത്തിന്റെ ആ സമയത്തെ തലയാട്ടണത് കൊണ്ട് അവരുടെ തലമുടിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു, പുഷ്പങ്ങളൊക്കെ അതിൽ നിന്ന് വീണു, വസ്ത്രം അഴിയുകയും ചെയ്തത് അവരറിഞ്ഞില്ല. അത്രത്തോളം മന്മഥ പാരവശ്യം അവർക്കുണ്ടായിരുന്നു. ദേവസ്ത്രീകൾ കൂടി ഇങ്ങനെ ആയിരിക്കുന്ന സ്ഥിതിക്ക് സാധാരണക്കാരായ നമ്മളുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ സതി. അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ തോന്നണേൽ എന്താ ആശ്ചര്യം എന്ന് പറയണ അവര്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ